നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ വരവെടുക്കുന്ന കാലം, നോഹയുടെ കാല സംസ്കാരം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37, 38, 39 ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളും അവർ അറിഞ്ഞതും ഇല്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. നോഹയുടെ കാലത്തെ ഏറ്റവും വലിയ പാപം അത് ആരാധനയില്ലാത്ത കയീന്റെ വംശക്കാരത്തികളെ പുരുഷന്മാർ വിവാഹം കഴിക്കുകയും വിശ്വാസ കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകളെ കയീന്റെ വംശക്കാരായ പുരുഷന്മാർക്ക് നൽകുകയും ചെയ്തുവെന്നാണ്. അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു എന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതായിരുന്നു ദൈവത്തെ ഏറെ ദുഃഖിപ്പിച്ച പാപം. നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. ഭൂമിയിൽ വഷളത്വം പെരുകി. അതിലെ ഏറ്റവും വലിയ വഷളത്വം എന്നുള്ളത് അക്കാലത്ത് ആരാധനയുള്ള വംശമാണ് ശേത്തിന്റെ വംശം. അതായത് ആദാമിന് ആദ്യം 2 മക്കളുണ്ടായി. അതിലെ ഒരു മകനെ ഹാബേലിനെ കായീൻ കൊന്നു. അതിനുശേഷം കായീൻ നോദ് ദേശത്തേക്ക് പോകാനിടയായി. എന്നാൽ 130-ാമത്തെ വയസ്സിൽ ആദാമിന് ശേത്ത് എന്നൊരു മകനുണ്ടായി. അവന് ആരാധനക്കാരനായിരുന്നു, അവൻ ഭക്തനായിരുന്നു. അവന്റെ മകനാണ് ഏനോശ്. അപ്പോൾ ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വംശം ആരാധനയുള്ള വംശമാണ്. ശേത്ത്, ഏനോശ്, കെയ്നാൻ, മഹലലേൽ, യാരേദ്, ഹാനോക്ക്, മെഥൂശലേഹ്, ലാമേക്ക്, നോഹ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആരാധനയുള്ള ഭക്തരായിട്ടുള്ള ആളുകളായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ സമാന്തരമായി അഭക്തരുടെ ഒരു നിരയുണ്ട്. അത് കായീന്റെ വംശത്തിൽ പെട്ട ആളുകളാണ്. കായീന്റെ വംശക്കാര് മല്ലന്മാരും ആരാധനയില്ലാത്തവരും അല്ലെങ്കിൽ മദ്യപന്മാരും വഴക്കുണ്ടാക്കുന്ന ആളുകളുമൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. കായീന്റെ മകന്റെ പേര് അതായത് ഹാനോക്ക് എന്നാണ്. അവന്റെ മകൻ ഈരാദ്, അവന്റെ മകൻ മെഹുയേലേൽ, അവന്റെ മകൻ മെഥൂശയേൽ, അവന്റെ മകൻ ലാമേക്ക്. അപ്പൊ അങ്ങനെ ഒരു അഭക്തിയുള്ള ദൈവനിഷേധികളുടെ ഒരു വംശവുമുണ്ട്. എന്തായാലും ദൈവം ഈ ആരാധനയുള്ള ഭക്തിയുള്ള ആളുകൾ അങ്ങനെ തന്നെ നിലകൊള്ളണം എന്ന് ദൈവം ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ സംഭവിച്ചത്, ഇവര് കായീന്റെ വംശത്തിൽപ്പെട്ട സൗന്ദര്യമുള്ള സ്ത്രീകളെ, ബോധിച്ച സ്ത്രീകളെ, ഒരാളെ മാത്രമല്ല വിവാഹം കഴിച്ചു. തിരിച്ചും ഭക്തിയുള്ള കുടുംബത്തിൽപ്പെട്ട ആരാധനയുള്ള ആളുകൾ തങ്ങളുടെ മക്കളെ, കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ ഈ കായീന്റെ വംശ വീടുകളിലേക്ക് കല്യാണം കഴിച്ചയച്ചു. അതുകൊണ്ടാണ് ആ തലമുറയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചത്. പക്ഷേ ഈ ഭാഗത്ത് ഈ ആരാധനയുള്ള ആളുകളെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് ദൈവം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ദൂതന്മാരായിരിക്കുമെന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനം ചിലർ നൽകാറുണ്ട്. അതുകൊണ്ട് ദൂതന്മാർ വിവാഹം കഴിച്ചു മനുഷ്യന്റെ പുത്രിമാരെ എന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ, ആരാധനയുള്ള ആളുകൾ. മനുഷ്യന്റെ പുത്രിമാരെന്ന് പറഞ്ഞാൽ അവർ വെറും മനുഷ്യർ, ആരാധനയില്ലാത്ത ആളുകൾ എന്നേ അർത്ഥമുള്ളൂ. കാരണം ന്യായം വിധിച്ചത് മനുഷ്യനെയാണല്ലോ, ഭൂമിയെയാണല്ലോ, അല്ലാതെ സ്വർഗത്തെ അല്ലല്ലോ. ദൂതന്മാരെ സൃഷ്ടിക്കുന്ന നിമിത്തം ഞാൻ അനുദപിച്ചു എന്നല്ല ദൈവം പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിക്കുകൊണ്ട് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നാണ്, ദൂതന്മാരുടെ ദുഷ്ടത വലിയതെന്നല്ല പറയുന്നത്. അടുത്തതായിട്ട് ദൂതന്മാർക്ക് വിവാഹമില്ല, ദൂതന്മാര് സ്ത്രീകളില്ല, ദൂതന്മാർക്ക് പ്രസവമില്ല, ദൂതന്മാർക്ക് മരണമില്ല. യേശു പറഞ്ഞു പുനരുത്ഥാനത്തിൽ
ദൈവമക്കൾ ദൂതന്മാരെ പോലെ ആകുകയാണ്. വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ചെയ്യുന്നില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് മനുഷ്യന്റെ കാര്യമാണ്. ആരാധനയുള്ള ദൈവമക്കളായിട്ടുള്ള ശേത്തിന്റെ വംശക്കാരും ആരാധനയില്ലാത്ത വെറും മനുഷ്യരായ കായിന്റെ വംശക്കാരും. അപ്പൊ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അവർ കാറ്റിൽ പറത്തി അവര് ഈ അവിശുദ്ധ വിവാഹത്തിന് തയ്യാറായി. ഈ കാലത്തും അത് തന്നെയല്ലേ നടക്കുന്നത്? അത് തന്നെയാണ് നടക്കുന്നത്. സൗന്ദര്യം മാനദണ്ഡമാക്കിയാണ് ഈ നോഹയുടെ കാലത്ത് ഈ യഹോവ ഭക്തര് കായിന്റെ വംശത്തിലെ ആരാധനയില്ലാത്തവരെ വിവാഹം കഴിച്ചത്. ഈ കാലത്തും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അവർക്ക് ബോധിച്ച ആളുകളെ വിവാഹം, അതിന് മതവും വിഷയമല്ല, ജാതിയും വിഷയമല്ല, ആരാധനയും വിഷയമല്ല, പാട്ടും പ്രാർത്ഥനയും വിഷയമല്ല, അവരുടെ കുഞ്ഞുങ്ങള് എന്ത് അഭ്യസിപ്പിക്കും വിഷയമല്ല. സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കുന്നു. മക്കളുണ്ടായാൽ ഈ മക്കൾ ഏത് സഭയിൽ, ഏത് മതത്തിൽ, ഏത് സമുദായത്തിൽ, അവരുടെ പേരെന്തിടും, അവർക്ക് ഏത് പുസ്തകം വായിക്കാൻ കൊടുക്കും, അവരെ ആരെ മാതൃകയാക്കാൻ അവരോട് പറയും. കാരണം അമ്മ ഒരു പ്രത്യേക ദൈവവിശ്വാസി അല്ലെങ്കിൽ പ്രത്യേക മൂർത്തിയെ ആരാധിക്കുന്നു, അപ്പൻ വേറൊരു മൂർത്തിയെ ആരാധിക്കുന്നു. കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. കുട്ടികളെ കൺഫ്യൂഷനിലാകും. കുട്ടികൾ വഷളരായിത്തീരാൻ ഇടയായിത്തീരും. കുട്ടികൾ ദൈവമില്ലാത്തവരായിത്തീരാൻ ഇടയാകും. അത് തന്നെയാണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്. ആ കാലത്തുണ്ടായ കുട്ടികൾ മല്ലന്മാരായിരുന്നു. അവർക്ക് ദൈവവും വേണ്ട, ദേവനും വേണ്ട, ആ ഒരു സ്ഥിതിയായിരുന്നു. യേശു പറയുകയാണ്, അവര് വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അതായത് അവർക്ക് ദൈവത്തെ വേണ്ട, അവർക്ക് ഭക്ഷണം മതി, അവർക്ക് അതിൻ്റെ തിന്നു കുടിച്ച് ആനന്ദിക്കുന്നത് മതി, അവർക്ക് വിവാഹം മതി. ഇതാണ്. അതുകൊണ്ടാണ് ദൈവം അവരെ ന്യായം വിധിക്കാനിടയായത്, ജലപ്രളയം വരുത്തിയത്. യേശു പറഞ്ഞു, അന്ത്യകാലത്ത് നോഹയുടെ കാലത്തെ സംസ്കാരമായിരിക്കും. മനുഷ്യന് ദൈവത്തെ വേണ്ട, മനുഷ്യന് ഭക്ഷണവും പാർപ്പിടവും വിവാഹവും അതൊക്കെ മാത്രം മതി. ആ ഒരു കാലം ആയിരിക്കും എന്ന് യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലത്തിലേക്ക് ആണ് നാം വന്നെത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ വരവെടുക്കാറായി. ജലപ്രളയം പോലെ ന്യായവിധി തീർച്ചയായിട്ടും ലോകത്തുമേ വരുവാൻ ഇടയായിത്തീരും. അതിനു മുമ്പേ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറിയതുപോലെ യേശുവാകുന്ന പെട്ടകത്തിൽ കയറി ഭാവി സുരക്ഷിതമാക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.